സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് സെൽഫ് ലവ് എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മളെയൊക്കെ വഴിയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളെ തന്നെ കാണുകയാണെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ആർക്കെങ്കിലും പോയിട്ട് എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ അങ്ങനെ ചോദിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റാറുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ റിലേറ്റീവ്സിനെ കാണുമ്പോൾ കൊള്ളാം സുഖമാണോ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളെ തന്നെ കണ്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ സുഖമാണോ, നമുക്ക് സുഖമാണോ, നീ ഓക്കെ ആണോ എന്ന് എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലും ചോദിക്കാറില്ല. ഏറ്റവും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാൻ പറ്റുന്നത് നമ്മുടെ പേരാണോ അതോ മറ്റാരുടെയെങ്കിലും പേരാണോ? മറ്റാരുടെയെങ്കിലും പേരായിരിക്കും. ഓഫ് കോഴ്സ് ആരുടെ പേരായിരിക്കും? നമ്മുടെ പേരൻസിന്റെ നെയിം ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണറുടെ പേരായിരിക്കും, കുട്ടികളുടെ പേരായിരിക്കും, അല്ലെ? അല്ലാതെ ആർക്കെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഞാനാണെന്ന് പറയാൻ പറ്റാറുണ്ടോ? ഇല്ല. ഇവിടെയാണ് നമുക്ക് സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത്, നമ്മളെ ഏറ്റവും അറിയേണ്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ സന്തോഷം തരുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എവിടം വരെ എത്തി, നമ്മുടെ വേദനകൾ എന്തൊക്കെയാണ്, നമ്മുടെ എന്തൊക്കെ ചലഞ്ചസ് നേരിടാനുണ്ട് എന്നൊന്നും നമ്മള് എത്രത്തോളം അറിയാം? ആർക്കെങ്കിലും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? മീൻസ് ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് ഏറ്റവും അറിയാവുന്ന വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനെ കഴിയണം. കാരണം നമ്മുടെ വേദനകളെ കുറിച്ചും നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെ എപ്പോഴും പലരും കളിയാക്കാറുണ്ട്, പല കാര്യങ്ങൾക്ക് നമ്മുടെ വീക്ക്നെസ്സിനൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ്സ് എന്താണെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കുകയാണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള ടിപ്സ്, എനിക്ക് ഇത്ര കുറവുകളുണ്ട് പക്ഷെ എനിക്കത് ഓവർകം ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ബാക്കി ആരെങ്കിലും നമ്മളെ കളിയാക്കാനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല, അല്ലേ? സോ നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, രാവിലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഷ്യൂസ് ഒക്കെ രാവിലെ വരുമ്പോ ചിലര് പറയില്ലേ, നീ ഇന്ന് ആരെ കണി കണ്ടിട്ടൊന്ന് നിന്റെ മുഖം തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ആരും പറയാൻ ചോദിക്കാറുണ്ടാവില്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മള് രാവിലെ നമ്മളെ കാണുമ്പോ തന്നെ ഫസ്റ്റ് നമ്മൾ എണീക്കുമ്പോ തന്നെ അയ്യോ സമയം പോയി എന്നൊക്കെ ആയിരിക്കും പലരും പറയാറുണ്ടാവുക, അല്ലെ? പക്ഷെ അങ്ങനെയല്ല. നമ്മള് ഞാൻ രാവിലെ എണീറ്റു, എനിക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ റീപ്രോഗ്രാം ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പറ്റും. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് എന്ന് നമ്മുടെ മൈൻഡ് തന്നെയാണ്. സോ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മോർണിംഗ് റുട്ടീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അയ്യോ സമയം പോയല്ലോ, ഇന്നൊരു ദിവസം നശിച്ച ദിവസം, മഴ പെയ്യുന്നു, അങ്ങനെയൊന്നും ഇല്ലാത്ത നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയിട്ട് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ നന്നായി എണീറ്റിരിക്കുന്നു, നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് ഫസ്റ്റ് തന്നെ പറയാം. അതുപോലെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ എന്നല്ല പറയാ, കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ അടിപൊളിയാണ്, നിന്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ എന്നെ മനോഹരമായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് സെൽഫ് ലവ്, നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. പലരും നമ്മൾ കടന്നു പോയിക്കൊണ്ട അവസ്ഥയിലൊക്കെ നമ്മളെ സ്വയം വഹിക്കും. പക്ഷെ ചില സമയത്ത് നമ്മൾ ചില അച്ചീവ്മെന്റ് ഒക്കെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ ഇത്രത്തോളം ഇഷ്യൂസിൽ നിന്നൊക്കെ കരകയറി വന്നതാണ്, അപ്പൊ ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാ എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സ്വയം നോ പറയാനായിട്ട് പഠിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചിലർ നമ്മളോട് ചെയ്യാൻ പറയും, പക്ഷെ അത് നമുക്ക് വേണ്ട, നമുക്ക് അത് നമ്മുടെ സെൽഫ് റെസ്പെക്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവരോട് പൊളൈറ്റ് ആയിട്ട് നോ പറയാനും പഠിക്കാം. അപ്പം ഇതാണ് മേജർ ആയിട്ട് നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ടിപ്സ്. സോ താങ്ക് യു.